ഇപ്പഴാ കൈ കിട്ടിയത്. അത് ശരി നീ എന്തോടാ വിചാരിച്ചേ? ഓടിച്ചോണ്ട് പോകാൻ വിചാരിക്കടാ. ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി അവൻ എന്താ തെറ്റാ ചെയ്തേ? എന്തായാലും അവൻ കുട്ടിയല്ലേ. ഇവനോ? ഇവൻ കുട്ടിയൊന്നും അല്ലെന്നേ. ഇവൻ നല്ല മുഴുത്ത കള്ളനാ. ഇവ എത്രാം തവണ കടയിൽ സാധനം പൊടിച്ചോണ്ട് പോകുന്നത്? എന്താ ഇത്? ഇവനെ വെറുതെ വിടരുത്. ഇന്ന് ഇവനെ പോലീസ് കൊടുക്കും. ദൈവം ഇത്തവണത്തേക്ക് ഇവിടെ ക്ഷമിക്ക്. നിങ്ങളുടെ കടയിൽ നിന്ന് ഇവൻ എടുത്ത എന്തായാലും അതിന്റെ വില ഞങ്ങൾ തന്നേക്കാം. എന്താ മോന്റെ പേര്? ഇവ സംസാരിക്കത്തില്ലെന്നേ ഉള്ളു. പക്ഷെ നമ്മൾ പറയുന്നതെല്ലാം നല്ലോണം കേൾക്കാവന്. ഇവ നല്ല കക്കയും ചെയ്യും. മോൻ പേടിക്കണ്ട കേട്ടോ. ഇനി ഇവരാരും ഒന്നും ചെയ്യില്ല. ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. ഇതാരാ ഈ പുതിയ അതിഥി? എന്താടോ ഒരു ഗൗരവം? ഇവിടെ വന്നത് ഇഷ്ടമായില്ലെന്നുണ്ടോ? മദർ, അവൻ സംസാരിക്കില്ല, പക്ഷെ കേൾക്കാം. അതെയോ? നമ്മുടെ പുതിയ ചങ്ങാതി എവിടെ നിന്ന് കിട്ടി? മദർ, അത് ഇവന് വിശന്നപ്പോ ഒരു കടയിൽ നിന്ന് പലഹാരോ മറ്റോ ആരുടെ അനുവാദം കൂടാതെ എടുത്തു. അതിനെ തുടർന്ന് ചില തർക്കങ്ങൾ. വിശന്നിട്ടാണെങ്കിലും ചെയ്തത് തെറ്റല്ലേ? എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇവനെയും കൊണ്ടുപോന്നു. അത് ശരി, പോട്ടെ, സാരമില്ല. ഇനി വിശക്കുമ്പോൾ മോഷ്ടിക്കരുത് കേട്ടോ. ഒന്ന് ചിരിയടോ. സിസ്റ്റർ, ഇവനിപ്പോൾ വേണ്ടത് അവന്റെ വിശപ്പിനുള്ള പരിഹാരമാണ്. വാ മോനെ. ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. ആരും ഒന്നും പറയില്ല. ഞാൻ നിനക്ക് തരാൻ ഇവിടെ വേറെ എന്താ ഉള്ളേ നോക്കട്ടെ. സിസ്റ്ററെ, ആ കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നോ? അവന്റെ റൂമിലൊന്നും കാണുന്നില്ല. അവൻ വന്നിരുന്നോ? ഇല്ലല്ലോ. സിസ്റ്റർ അമ്മേ, അമ്മ ഓടുന്ന കുട്ടി പുറത്തേക്ക് വന്ന ഞാൻ കണ്ടു. ജോസഫേട്ടാ, ഇപ്പൊ ഇവിടുന്ന് ആരെങ്കിലും പുറത്തേക്ക് പോകുന്നത് കണ്ടോ? അമ്മമാര് കൊണ്ടുവന്ന പയ്യൻ വെളിയിലേക്ക് ഓടി പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ പുറകെ ചെന്ന് നോക്കിയപ്പോൾ അവന്റെ പൊടി പോലും കണ്ടില്ല. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പോഴാ അമ്മമാരെന്നെ വിളിക്കുന്നത്. അവന് ഓടി പോയേക്കുന്നു. കിടന്ന് പിടയ്ക്കാതടാ, ഇങ്ങോട്ട് വാടാ.
ആ സുന്ദരനായല്ലോ. ദാ ഇവരെല്ലാം മോന്റെ കൂട്ടുകാരാ. ഇനി ഇവിടുന്ന് അങ്ങ് ഓടിപ്പോകരുത് കേട്ടോ. നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ കാണണം. സിസ്റ്റർ, മദർ വിളിക്കുന്നു. ആ മോനെ, നിനക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിച്ചോ. ഞങ്ങൾ മദറിനെ കണ്ടിട്ട് വരാം. ആ ജോസഫേട്ട ഇവിടെ തന്നെ കാണണം. വാ. ആ കുട്ടി എങ്ങനെ, ഹാപ്പിയാണോ? ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല മദർ. എന്തൊക്കെ ചെയ്തിട്ടും അവന്റെ മുഖത്തൊരു ചിരിയോ സന്തോഷമോ ഞങ്ങൾ കാണുന്നില്ല. അവൻ ഇനി ഇവിടുന്ന് ഓടിപ്പോകുമെന്നാ എന്റെ ഭയം. സിസ്റ്റർ പറഞ്ഞ ശരിയാ, അവൻ ഇനി ഇവിടെ നിന്ന് പോകും. പോകണമെന്നവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യും. അവൻ പോകട്ടെ, നമുക്കവനെ തടയാൻ പറ്റില്ലല്ലോ. നമ്മളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. അവൻ എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, ഇവിടെ കിട്ടുന്നതിലും വലുതായി എന്താണ് അവിടെ നിന്ന് കിട്ടുന്നത്, അത് മനസ്സിലാക്കിയാൽ നമുക്കവനെ തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്കവനെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ സാധിക്കും. അതെ, മദർ പറഞ്ഞതാ ശരി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. അത് ശരി, ഇതുവരൊന്നും കഴിച്ചില്ലേ? മക്കളെ, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവും. നിങ്ങൾ പൊക്കോളൂ. ശരി സിസ്റ്റർ. ജോസഫേട്ടാ, അവൻ ഇവിടുന്ന് കഴിക്കട്ടെ, നമുക്ക് പുറത്ത് നിൽക്കാം. വാ.
ആ